ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോണത് അല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒട്ടും ഫ്ലോപ്പ് ആവാത്ത, ചിലരൊക്കെ ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോവാറൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഫ്ലോപ്പായി പോവാതെയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് പഴുത്ത പഴം എടുക്കരുത്. ഒരു ചെറിയ പഴുപ്പ്, ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നെടുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആവിയിൽ വേവിക്കാണ്ട് ചെയ്യുന്നത്. ഇതിലൊന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, മറ്റേത് 2 അത്ര മറ്റേത് 4 അത്ര പഴുത്തിട്ട്. അപ്പോൾ ആ ഒരു പഴുപ്പിലാണ് നമുക്ക് നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. നല്ല ലൂസായിട്ട് പോകും നമ്മുടെ ഈ ഒരു പഴം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ വിണ്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ആയിട്ട് വരും. എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ചൂടാറുമ്പോൾ പിന്നെ നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ചൂടോട് കൂടെ തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടോട് കൂടെ തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പഴത്തിൻ്റെ കാര്യമാണ് നമുക്കിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അധികം പഴുക്കാത്ത പഴം തന്നെ വാങ്ങിയിട്ട് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള കറുത്ത അരികളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇങ്ങനെ പഴമൊന്ന് ഇങ്ങനെ കീറിയിട്ട് അത് കളയാം. പക്ഷെ ഞാനിത് കളയുന്നൊന്നുമില്ല കേട്ടോ, കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതുപോലെ സ്മാഷർ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ജസ്റ്റ് കൈ വെച്ചിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക, കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഉണ്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പഴുത്ത പഴം, നല്ല ഓവറായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ മുട്ട വെച്ച് എല്ലാണ്ടേയും ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസും മാത്രം വെച്ചിട്ട് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമോ, കിസ്മിസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയത് കൂടി ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിരവിയത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നമ്മൾ മുട്ടയും ചേർക്കുന്നതല്ല. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ആയിരുന്നു കേട്ടോ, അതൊന്ന് കട്ടയായി നിൽക്കുന്നത്. അപ്പോൾ അതും ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ കൂടെ ആകുമ്പോഴാണ് ഒന്നുകൂടെ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുത്താലേ ചെറിയതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ വലിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ച് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ കുഞ്ഞു പീസായിട്ട് നമുക്ക് കിട്ടും. ഫില്ലിങ്ങിനൊക്കെ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരണം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടണം. അതുവരെ നമുക്കിതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കറിയാലോ എങ്ങനെയാണ് ഫില്ലിങ് ഇരിക്കേണ്ടത്. ആ രീതിയിൽ ആവുന്ന വരെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കൈയൊന്ന് ഒട്ടുന്നതിന് ഇങ്ങനെ നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം.
എന്നിട്ട് ഇതുപോലെ കയ്യിൽ ഇവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാവേണ്ട, ഒരുപാട് തിന്നായാൽ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ അത് പൊട്ടി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ചൊരു കട്ടിയിൽ, എന്നാൽ ഒരുപാട് കട്ടി വേണ്ട, ആ രീതിയിലാക്കി ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പഴത്തിൻ്റെ കാര്യമൊന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചു മാത്രം മതി. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതായെല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ടൈം വേവിച്ചെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ലല്ലോ. പഴമല്ലേ, അത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഉന്നക്കായ ലവേഴ്സിനൊക്കെ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാ ഭാഗവും ഇങ്ങനെ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു ഇഫ്താർ വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്